നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 30 ഡേയ്സ് ചലഞ്ചിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു. നമ്മൾ ചുരിദാർ തയ്ക്കാൻ പഠിക്കാൻ പോവുകയാണ്. തുടക്കക്കാർക്ക് പോലും, അതായത് മെഷീൻ ജസ്റ്റ് ഒന്ന് ചവിട്ടാൻ അറിയാവുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നമുക്കൊരു വളരെയധികം ആഗ്രഹമുണ്ട്, ഒരു സ്വന്തമായിട്ടൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ബേസിക്കായിട്ട് വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റാക്കി വെക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങൾക്കൊരു നോട്ട് ബുക്ക് വേണം കേട്ടോ. നമുക്ക് നോട്ടൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം നോട്ട്സ് ഒന്നും തരില്ല, കാരണം എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഞാൻ അധികം നോട്ട്സ് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് മനഃപ്പാഠമാക്കിക്കൊണ്ട് തന്നെ വേണം പോകാനായിട്ട്. ചിലർ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്, ഞാൻ പണ്ട് സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട്, അത് മറന്നുപോയി എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1000 പ്രാവശ്യം നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളതിനകത്ത് മാസ്റ്ററി ആവും. പിന്നെ നിങ്ങൾക്ക് എവിടെയും ബുക്കിലൊന്നും നോക്കേണ്ടി വരില്ല, നിങ്ങളുടെ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ അത് പതിഞ്ഞു പോയിട്ടുണ്ടാവും. സോ അങ്ങനെ അത്രയും മനഃപ്പാഠമാക്കിയിട്ട് വേണം നമ്മളൊരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട്. സ്കില്ല് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് ഏത് സമയത്ത് നമുക്ക് ചോദിച്ചാലും അത് ചെയ്യാനായിട്ട് പ്രാപ്തിയാകുക എന്നുള്ളതാണ്. അല്ലാതെ ബുക്ക് മറച്ചു നോക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത്. സോ അതുകൊണ്ട് അധികം നോട്ട്സുകളൊന്നും ഉണ്ടാവില്ല. നമുക്കിത് മെഷർമെൻ്റ് എഴുതാനും പിന്നെ അത്യാവശ്യം എന്തെങ്കിലും അത്രയ്ക്കും മറന്നു പോകുന്ന ഒരു കാര്യമാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് നോട്ട്സ് മാത്രം എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് തന്നെ വേണം പോകാനായിട്ട്. സോ ഒരു ബുക്ക് വേണം, അതുപോലെ പെന്ന് വേണം, പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ടേപ്പ് വേണം. നമുക്ക് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ് വേണം. കാരണം നല്ലൊരു ടേപ്പ് നിങ്ങൾ കരുതി വയ്ക്കുക, ഇതുപോലൊരു ടേപ്പ് കരുതി വയ്ക്കുക. അതുപോലെ സിസേഴ്സ് വേണം. സിസേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ, നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചോക്ക്, ഇതുപോലൊരു ചോക്ക് വേണം. ഡ്രസ്സിൽ വരയ്ക്കുന്ന ഒരു ചോക്ക് നിങ്ങൾ കരുതി വയ്ക്കുക. അതുപോലെ ഒരു സ്കെയിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് സ്ലിറ്റൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ വേണം, സ്ട്രെയിറ്റ് ലൈനൊക്കെ വരയ്ക്കണമെങ്കിൽ സ്കെയിൽ വേണം. സോ നിങ്ങളൊരു സ്കെയിൽ കരുതി വയ്ക്കുക. പിന്നെന്താ വേണ്ടത്, നമുക്ക് ആം ഹോൾ കർവ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രഞ്ച് കർവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഉപയോഗിക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും അത് വാങ്ങി വെക്കുക. കാരണം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് എന്ന നിലയിൽ റിഗാർഡറൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഈസി ആയിരിക്കും. നെക്ക് ലൈനൊക്കെ വരയ്ക്കാനായിട്ട് ഇത് നിങ്ങൾക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഇത് ഒരെണ്ണം വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ത്രെഡ് കട്ടർ ഒരെണ്ണം വേണ്ടി വരും. കാരണം നമ്മൾ എപ്പോഴും മെഷീൻ്റെ മുമ്പിൽ ഈ നമ്മുടെ സിസേഴ്സ് വെച്ചുകൊണ്ട് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ അത് വൈബ്രേഷൻ കൊണ്ട് നിലത്തിയാടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ത്രെഡ് കട്ടർ യൂസ് ചെയ്യുക. പിന്നെ നമുക്കൊരു സ്റ്റിച്ച് റിമൂവർ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. കാരണം നിങ്ങൾക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റിച്ച് റിമൂവർ ഒരെണ്ണം വേണം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ത്രെഡ് വേണം അല്ലേ, സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ത്രെഡുകൾ വേണം. പിന്നെ ഇതുപോലൊരു പിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതായത് ഈ ഡ്രസ്സ് നമ്മൾ തയ്ക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അലൈൻമെൻറ്റ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പിന്ന് ഒരു സെറ്റായിട്ടാണ് കിട്ടുക. അത് നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തുടക്കക്കാർക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്കത് അലൈൻമെൻറ്റ് മാറിപ്പോവാതെ, സ്ലിറ്റൊക്കെ അടിക്കുമ്പോൾ അലൈൻമെൻറ്റൊക്കെ മാറിപ്പോവാതെ പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താ, നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂചി വേണം. നീഡിൽ നമ്മൾ സാധാരണ ഹെമ്മിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നീഡിൽ നിങ്ങൾ കരുതി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് തുടക്കക്കാർക്ക് ഒരു സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്, മെഷീൻ വേണം. നിങ്ങളുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ കാണി നല്ല പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന ജാക്കിൻ്റെ മെഷീനാണ്. എൻ്റെ കംപ്ലീറ്റ് മെഷീൻസും ജാക്കിൻ്റെയാണ്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നല്ലൊരു മെഷീൻ നിങ്ങൾ കരുതി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ ചലഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ അത് അടുത്ത ചലഞ്ചിൽ കാണുന്നവരേക്കും താങ്ക് യു, ബൈ ബൈ.